ടെസ്റ്റുകളൊക്കെ കാണിക്കുന്നത് നോർമലാണ്. ആയിരിക്കും ഇനി മാറാത്ത രോഗങ്ങളിലായിരിക്കോ റീസൺ മേ ബി ഇങ്ങനെ ആവാം എന്നുള്ളത്. എപ്പോഴും അസുഖങ്ങളെ കുറിച്ച് മാത്രം പറയുന്നത്, അതായത് തലവേദന അല്ലെങ്കിൽ ബോഡി പെയിൻ അല്ലെങ്കിൽ വൈറസ് സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പലതരത്തിലുള്ള അസുഖങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന കുറച്ച് പേരെ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഇവർ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നുണ്ടാവും, പല പല ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്നുണ്ടാവും, ഹോസ്പിറ്റലുകളിൽ പോകുന്നുണ്ടാവും, ഈവൻ ഒരുപാട് മെഡിക്കൽ ചെക്കപ്സുകളും ഫിസിക്കൽ അസസ്മെൻറ്റുകളൊക്കെ എടുക്കുന്നുണ്ടാവും. ബട്ട് ടെസ്റ്റുകളൊക്കെ കാണിക്കുന്നത് നോർമലാണ്. ഈവൻ ഡോക്ടേഴ്സ് അവരോട് പറയുന്നത് നിങ്ങൾക്കൊരു പ്രശ്നമില്ല, നിങ്ങൾ ഓക്കെ ആണ് എന്നുള്ളതായിരിക്കും. എന്നിരുന്നാലും അവരുടെ ഫിസിക്കൽ സിംറ്റംസിന് യാതൊരുവിധ കുറവും ഉണ്ടാവില്ല. അത് അതേ സിവിയാരിറ്റിയിൽ അല്ലെങ്കിൽ അതിനേക്കാളും സിവിയാരിറ്റിയിൽ അവരുടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതെ, അപ്പം ഇത്തരത്തിൽ ഫിസിക്കലി എവിഡൻ്റ് അല്ലാത്തൊരു കാര്യം ഇവർ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് ചുറ്റുമുള്ളവർ വിചാരിക്കുന്നത് ഇതുവരുടെ തോന്നലുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത് ഇമാജിൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ആയിരിക്കാം എന്നുള്ള രീതിയിലാണ്. ഇവിടെ അവരെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിൽ നമുക്ക് ഫിസിക്കലി ഒരു എവിഡൻസ് കാണുന്നില്ല, സ്റ്റിൽ അതേപോലെ ആ സിവിയറിറ്റിയിൽ പെയിൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ചെയ്യുമ്പോൾ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ഇത് സൈക്കോളജിക്കലി ഉള്ള ഒരു കണ്ടീഷൻ കൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. അതെ, അതായത് ഒരു വ്യക്തി ഒരു പ്രൊലോങ്ഡ് പീരിയഡിൽ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പം ചിലപ്പോൾ അത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ചെയ്ത എന്തെങ്കിലും ഒരു ട്രോമാറ്റിക് സിറ്റുവേഷൻസ് ആയിരിക്കാം, എന്തോ ആയിരിക്കാം. അപ്പം അത്തരത്തിലുള്ളൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ ഒരു വ്യക്തി കുറേ കാലം കടന്നു പോകുമ്പം അവരനുഭവിക്കുന്ന ഒരു ഇമോഷണൽ ഡിസ്ട്രെസ് ഇത്തരത്തിലുള്ള ഫിസിക്കൽ സിംറ്റംസ് ആയിട്ടായിരിക്കും പുറത്തു വരുന്നത്. അതൊരു പക്ഷേ തലവേദനയാകാം, അല്ലെങ്കിൽ ബോഡിയിലെ മറ്റേതെങ്കിലും ഭാഗങ്ങളിലുള്ള വേദനകളായിരിക്കാം, വൈറസ് സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം, എപ്പോഴും ക്ഷീണം പോലത്തെ ഇങ്ങനെ എന്തോ ആവാം, നോഷ്യ, ഛർദി, ഇങ്ങനത്തെ എന്ത് സിറ്റുവേഷൻ, എന്ത് തരത്തിലുള്ള ഫിസിക്കൽ സിംറ്റംസ് ആയിട്ടും അതെന്ത് ചെയ്യാം, പുറത്ത് കാണിക്കാം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവരിപ്പം ഒരു വേദനയ്ക്ക് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, ട്രീറ്റ്മെൻറ്റ് എടുത്ത് കുറച്ച് കഴിഞ്ഞാൽ ആ വേദനൻ്റെ ഭാഗം മാറും. അതിപ്പോൾ തലവേദന ഉള്ളത് ചിലപ്പോൾ വയറുവേദന ആയി മാറാനൊക്കെ സാധ്യതകളുണ്ട്. മനസ്സിലാക്കേണ്ടത് അവരിലുള്ള ആ ഒരു സ്ട്രെസ്, അവരനുഭവിക്കുന്ന ആ ഒരു ഇമോഷണൽ ഡിസ്ട്രെസ് ആണ് ഇത്തരത്തിൽ ഫിസിക്കൽ സിംറ്റംസ് ആയിട്ട് പുറത്ത് കാണിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഇത്തരത്തിൽ കൂടുതൽ വേദനകൾ അനുഭവിക്കുന്നുണ്ട്, ഫിസിക്കലി ഒന്നും കാണുന്നില്ല, ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുമ്പം പ്രശ്നമൊന്നുമില്ല, എല്ലാ റിപ്പോർട്ട്സും നോർമലാണെന്നാണ് പറയുന്നത്. ഇതേ സമയം അവർക്ക് അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആങ്സൈറ്റി കൂടുന്നുണ്ട്. അവർക്ക് എന്തായിരിക്കും, ഇനി മാറാത്ത രോഗങ്ങളിലായിരിക്കോ, ഇതുവരെ ഒന്നും കണ്ടുപിടിച്ചില്ലല്ലോ എന്ന തരത്തിൽ ആശങ്കകൾ കൂടി വരികയാണ് ചെയ്യുന്നത്. ഇതിനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് സ്ത്രീകളിലുമാണ്. പിന്നെ ഇത് മനസ്സിലാക്കേണ്ടത് ഇവരിത് മനഃപൂർവ്വം ചെയ്യുക അല്ലെങ്കിൽ അഭിനയിക്കുക, ഇമാജിൻ ചെയ്യുക എന്നുള്ളതൊന്നല്ല. അവർ ആ ഫിസിക്കൽ സിംറ്റംസ് അവർ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. തലവേദന ഉണ്ടെന്ന് അവർ പറഞ്ഞ് നോക്കുക, തലവേദന ഉണ്ട്, അവർ ആ ശരിക്കും ആ ഒരു ഫിസിക്കൽ എക്സ്പീരിയൻസ് അവർക്ക് അവിടെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബട്ട് അതിൻ്റെ റീസൺ മേ ബി ഇങ്ങനെ ആവാം എന്നുള്ളതും കൂടെ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ഫിസിക്കൽ സിംറ്റംസ് ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് ആരെ തന്നെ കൺസൾട്ട് ചെയ്യാം, ഒരു ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്ത് വേണ്ട ചെക്കപ്സും കാര്യങ്ങളൊക്കെ എടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ നോർമലാണ്, നമുക്ക് ഫിസിക്കലി ഒരു പ്രശ്നമൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ അപ്പം നിങ്ങളൊരു സൈക്കോളജിക്കൽ സപ്പോർട്ടും കൂടി എടുക്കുക എന്നുള്ളതാണ്.